ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡാറ്റ ടൈപ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ തിയറി പോർഷനാണ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന്. ഇത് മേ ബി എക്സാമിന് 4-5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡാറ്റ ടൈപ്സ് എന്ന്. അല്ലെങ്കിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ഡാറ്റ ടൈപ്സ് മാത്രമായിട്ട് ചോദിക്കത്തില്ല, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളും കൂടെയൊക്കെ ചേർത്തായിരിക്കും ചിലപ്പം എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് മാത്രമായിട്ടൊരു 4-5 മാർക്കിന് ചോദിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം എന്താണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത്? ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. വേരിയബിൾസ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാം എന്ന ആ ഒരു സംഭവത്തിനെയാണ് ഡാറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വേരിയബിൾസ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ കീബോർഡ് വഴി എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയൊരു സ്പേസിനെ നമുക്ക് വേരിയബിൾ എന്ന് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും, ആ റിസൾട്ടിനെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണമല്ലോ, അതിനുള്ള സ്പേസ്, അങ്ങനത്തെ ആ എലമെൻസിനെ നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ വേരിയബിൾസിനെ പറ്റി നമ്മൾ ഇനി പഠിക്കും, ഇനി വരുന്ന വീഡിയോസിൽ വേരിയബിൾസിനെ പറ്റിയൊക്കെ പഠിക്കും. അപ്പോൾ എന്താണെന്നാലും ആ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ബേസിക് ക്ലാസിഫിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവത്തുള്ളൂ, അതിനുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചോളൂ. ഇത് മാത്രമല്ല ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും പഠിക്കാനുള്ള സമയമായിട്ടില്ല. കാരണം അതൊക്കെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അതൊക്കെ ആ പോർഷൻ എത്തുന്ന സമയത്ത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനൊക്കെ പഠിപ്പിക്കാം. അപ്പോൾ ഇത് എന്തായിരുന്നാലും ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഡാറ്റ ടൈപ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ബേസിക്കായിട്ട് ഇവിടെ 5 ഉണ്ടെന്ന് പറയാം, 5 കൂടുതലുണ്ട്. എന്നാലും മെയിനായിട്ട് ഈ 5 പറയാം. അതിലാദ്യത്താണ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾസാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹോൾ നമ്പേഴ്സിനെയാണ് ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട്. അങ്ങനെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക, അതാണ് അർത്ഥം. അപ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻറ്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ എഴുതിയത്, അറിയാമല്ലോ. അപ്പോൾ ഇൻറ്റ് എന്ന വേർഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ആ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത്, അതായത് ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇൻറ്റീജർ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുള്ള ഈ ഡാറ്റയാണ് ഇൻറ്റീജർ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഹോൾ നമ്പേഴ്സിനാണ്, ഇൻക്ലൂഡിങ് 0, അതിനാണ് ഇൻറ്റീജർ വാല്യൂസ് അല്ലെങ്കിൽ ഇൻറ്റീജർ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം വരും. അപ്പോൾ ഇതും നെഗറ്റീവ് നമ്പറും ഇൻറ്റീജർ നമ്പർ തന്നെയാണ്, ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ന്യൂമറിക്കൽ ഡാറ്റയാണ് ഇൻറ്റീജർ ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ ടൈപ്പിന് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. അതേസമയം ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട് എങ്കിൽ അതിനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ റിയൽ ഡാറ്റ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റ്സ് കാണും. അവർ പറയുന്നത് അപ് ടു 6 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സിനാണ് സാധാരണ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ പറയുന്നത്. അപ് ടു 6 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറയാം. 7.1 2 3 4 5 6 ഇവിടെ 6 ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ അപ് ടു 6 ഡെസിമൽ നമ്പേഴ്സ് ഉള്ള വാല്യൂസിനെ നമുക്ക് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ പെടുത്താം. ഇങ്ങനെ 6 ഡെസിമൽ പ്ലേസസ് വരെയുള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പിനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. ആ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞ് ഫ്ലോട്ട് എ, ഫ്ലോട്ട് ബി അല്ലെങ്കിൽ ഫ്ലോട്ട് സം എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഇങ്ങനത്തെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിൾസിനെയാണ്. അപ്പോൾ അതാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതല്ല ഈ 6 അപ് ടു 6 ഡെസിമൽ പ്ലേസസ് അല്ല, അതിനേക്കാളും കൂടുതൽ ഡെസിമൽ നമ്പേഴ്സ് ഉള്ളത് ഈ കാണുന്ന പോലെയുള്ള അതിനേക്കാളും ഡെസിമൽ നമ്പേഴ്സ് വരുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിനെ ഡബിൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ ഡബിൾ ഫ്ലോട്ട് എന്നൊക്കെ സാധാരണ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അത്രയും ഡെസിമൽ പ്ലേസസിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ഡെസിമൽ പ്ലേസസ് നമുക്ക് ഈ ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അപ് ടു 14 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെയാണ് ഈ ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ് ടു 14 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെ നമുക്ക് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മോർ ദാൻ 6 ഡെസിമൽ പ്ലേസ് ഉണ്ട് എങ്കിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണെങ്കിൽ അപ് ടു 6 ഡെസിമൽ പ്ലേസസിലുള്ള നമ്പേഴ്സേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതിൽ കൂടുതൽ ഡെസിമൽ പ്ലേസസ് വരുന്ന പ്രോഗ്രാമാണ് എങ്കിൽ അതിലെ വേരിയബിൾസ് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ എന്നാണ്. ഫ്ലോട്ടിന് പകരം ഡബിൾ എന്ന വേർഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മോർ ദാൻ 6 ഡെസിമൽ പ്ലേസസ് ഉള്ള, ടെക്നിക്കലി പറയുകയാണെങ്കിൽ അപ് ടു 14 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനെ വരെ നമുക്ക് ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ്. പിന്നെ വരുന്നതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, അതായത് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസ്. അപ്പോൾ നമ്മളിവിടെ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഇത്രയും കണ്ടത്. ഈ കാണുന്ന നമ്പേഴ്സ് എല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. അതല്ലാതെ നമുക്ക് ആൽഫബെറ്റ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ABCD എന്ന് പറയുന്ന സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ആൽഫബെറ്റ്സ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ സ്പെഷ്യൽ സിമ്പിൾസ്, ആൻഡിൻ്റെ സിമ്പിൾസ് നമ്മൾ നേരത്തെ സ്ലൈഡ് തന്നെ കണ്ടു. അപ്പോൾ അതിൽ വരുന്ന സ്പെഷ്യൽ സിമ്പിൾസ് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഇൻപുട്ടായിട്ട് വരുന്ന ആ വാല്യൂസിനെയാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ആൽഫബെറ്റ്സിനെയോ സ്പെഷ്യൽ സിമ്പിൾസിനെയോ ഈവൻ സ്പേസ്, അതും ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് CHAR ചാർ എന്ന ആ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡിന് പകരം അല്ലെങ്കിൽ ഫ്ലോട്ടിന് പകരം ചാർ എന്ന വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാർ എന്ന വേർഡ് ഉപയോഗിച്ചാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് അതിൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഇൻഡിലും ഫ്ലോട്ടിലും ഡബിളിലും ഒന്നും ABCD എന്ന ക്യാരക്ടേഴ്സ് ഒന്നും സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. കാരണം അതെല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പുകളാണ് നമ്മൾ ആദ്യം 3 ഡിസ്കസ് ചെയ്തത്. അതേസമയം ഈ ആൽഫബെറ്റ്സും സ്പെഷ്യൽ സിമ്പിൾസും സ്പേസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പ് അതിനെയാണ് ചാർ എന്ന് പറയുന്നത്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. അപ്പം അങ്ങനത്തെ വേരിയബിൾസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഇങ്ങനെ ആൽഫബെറ്റ്സും ഈ സ്പെഷ്യൽ സിമ്പിൾസും സ്പേസും ഒക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാനുള്ളത്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ചാർ എന്ന്. ഡിക്ലെയർ ചെയ്യുമ്പം ചാർ എന്ന വേർഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ചാർ എന്ന ഡാറ്റ ടൈപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഡിജിറ്റ്സും നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 2 3 4 5 6 7 8 അങ്ങനത്തെ നമ്പേഴ്സും നമുക്ക് ഈ ക്യാരക്ടറായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കത്തില്ല ഈ ഡിജിറ്റ്സ് ഒക്കെ എൻ്റർ ആവുന്നത്, അതെല്ലാം ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും എൻ്റർ ആവുന്നത്. അപ്പോൾ നമ്പേഴ്സും നമുക്ക് ക്യാരക്ടർ എന്ന നിലയിൽ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. പക്ഷേ പ്രത്യേകം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാരക്ടറായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. പ്ലസ്സോ മൈനസോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ഇങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡിജിറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ 1 2 3 4 ഒക്കെ നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കാം. പക്ഷേ അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ ആയിട്ടായിരിക്കും, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടായിരിക്കത്തില്ല ഇങ്ങനത്തെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽഫബെറ്റ്സ്, സ്പെഷ്യൽ സിമ്പിൾസ്, സ്പേസ്, ഈവൻ നമ്പേഴ്സിന് വരെ നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്പേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിന് ന്യൂമറിക്കൽ വാല്യൂ ഒന്നുമില്ല. ജസ്റ്റ് ക്യാരക്ടറായിട്ട് നമുക്ക് 1 2 3 4 ആ നമ്പേഴ്സ് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഡാറ്റ ടൈപ്പിനെയാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ അവസാനം വരുന്നതാണ് വോയിഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ്. ഈ വോയിഡ് ഡാറ്റ ടൈപ്പ് ബേസിക്കലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസിലാണ്. നമ്മുടെ 4th മോഡ്യൂളിലെ ഫംഗ്ഷൻസ് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പുമായിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയറിറ്റി വരും. അപ്പോൾ ആ സമയത്ത് വോയിഡ് എന്ന ഡാറ്റ ടൈപ്പിനെ പറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡാറ്റ ഇല്ലാത്ത അവസ്ഥയാണ് വോയിഡ് എന്ന് പറയുന്നത്. ഡാറ്റ ഇല്ല എന്ന അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയാണ് വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പിലാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടതെങ്കിൽ വോയിഡ് എന്ന കീവേഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് വരുമ്പോൾ മാത്രമേ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പിലൊക്കെ നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇല്ലാത്ത അവസ്ഥയാണ് ഈ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ആയിട്ടൊന്നും കാണിക്കാൻ ഇവിടെ ഇല്ലാത്തത്. കാരണം അങ്ങനെ ഒരു ഡാറ്റ ഇല്ല. അപ്പം ഇല്ലാത്ത ആ ഒരു ഡാറ്റ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഫംഗ്ഷൻസിൽ മാത്രമേ ഉപയോഗിക്കൂ, നോർമലായിട്ടുള്ള പ്രോഗ്രാമിൽ യൂസ് ചെയ്യാറില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്, ഡബിൾ ഡാറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടി വരും. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ 3 കാര്യങ്ങൾ തന്നെയാണ് ഓരോന്നിനെ പറ്റി എഴുതേണ്ടത്. ആദ്യം അതിൻ്റെ പേര് എഴുതുക, എന്ത് കീവേഡ് ഉപയോഗിച്ചാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന ആ ഒരു കീവേഡ് നമ്മൾ എഴുതുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സാമ്പിൾസും ആ ഡാറ്റ ടൈപ്പിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പേഴ്സിനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, 6ൽ കൂടുതൽ ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിനാണെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയും. പിന്നെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയും.
ഈ C++ പഠിച്ചവർക്ക് ഒരു ഡാറ്റ ടൈപ്പും കൂടെ അവർ പഠിച്ചിരിക്കും. C++ൽ ഒരു ഡാറ്റ ടൈപ്പും കൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സ്ട്രിംഗ് എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പ് C++ലുണ്ട്. പക്ഷേ സിയിൽ അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. ഈ സ്ട്രിംഗ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച്, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പിലാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേർഡ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ C++ലേ ഉള്ളൂ. നേറ്റീവായിട്ട് C ലാംഗ്വേജിൽ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേർഡ്സിനെ, ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് സാധാരണ രീതിയിൽ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ C++ലാണെങ്കിൽ അങ്ങനെ സാധിക്കും. സ്ട്രിംഗ് എന്ന ഡാറ്റ ടൈപ്പിലാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിളിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് C++ലേ ഉള്ളൂ. ഇത് C++ പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു സംഭവമുള്ളൂ. നമ്മുടെ സിയിൽ അങ്ങനെ ഡാറ്റ ടൈപ്പ് ഇല്ല. സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് സിയിൽ അങ്ങനെയില്ല. നമ്മുടെ ANSI എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇത് C++ഉം ജാവയൊക്കെ പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോയിന്റ് ആവശ്യമുള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നും, സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഇല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. C ലാംഗ്വേജിൽ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അപ്പോൾ ക്യാരക്ടേഴ്സ്, ഇങ്ങനെ സിംഗിൾ ക്യാരക്ടേഴ്സ് മാത്രമേ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ഹോംവർക്കായിട്ട് ഞാൻ തരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. ഇതിൻ്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും എല്ലാം നമ്മൾ കണ്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ അൽഗോരിതം പഠിച്ചപ്പം തുടങ്ങിയത് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അൽഗോരിതത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതി നോക്കാം. ഞാൻ ഇനി അൽഗോരിതം ഇനി തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം എഴുതുക. അപ്പോൾ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പം എനിക്ക് ഇങ്ങനെ ഒരു സാമ്പിളായിട്ടുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം എൻ്റർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ് എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ കീബോർഡ് വഴി ഒരു വാല്യൂ, എത്ര എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഉടനെ തന്നെ അടുത്ത സെൻറ്റൻസ് ആയിട്ട് എൻ്റർ ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് ചോദിക്കുന്നു. നമ്മളൊരു നമ്പർ, എത്ര വർഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന ആ നമ്പർ അവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഉടനെ അടുത്തത് എൻ്റർ ദി ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ പെർസെൻറ്റേജ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പെർസെൻറ്റേജ് എത്രയാണ്, പെർസെൻറ്റേജ് എന്ന സിമ്പിളൊന്നും ഉപയോഗിക്കുന്നത്, എത്രയാണോ ആ വാല്യൂ, 10% ആണെങ്കിൽ 10 എന്ന് എൻ്റർ ചെയ്യുക, 5% ആണെങ്കിൽ 5 എന്ന് എൻ്റർ ചെയ്യുക. അപ്പം ഇവിടെ 8 എന്ന് എൻ്റർ ചെയ്യുക, അതായത് 8% ആണ് 8 എന്ന് എൻ്റർ ചെയ്തു. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കപ്പോഴേക്കും ആൻസർ എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട്, 5 വർഷത്തേക്ക് 5000 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ 8 ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് 8% ഇൻട്രസ്റ്റ് റേറ്റിൽ 5000 റുപ്പീസ് 5 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളത് 2000 രൂപയായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 5 years ഇൻ റുപ്പീസ്, ഇൻ റുപ്പീസ് എന്ന് പറഞ്ഞ് ഈ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഈ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കാണുന്ന PNR/100 എന്ന സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതാണ്, നമ്മൾ അൽഗോരിതം പഠിച്ചപ്പോൾ ഈ ഒരു ഇക്വേഷൻ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുള്ളൊരു പ്രോഗ്രാം എഴുതി നോക്കുക. ഇങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ ഔട്ട്പുട്ടായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്നില്ല എങ്കിൽ കോഡ് എനിക്ക് അയച്ചു തരിക, ഞാൻ എന്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഡാറ്റ ടൈപ്സിനെ പറ്റി കാര്യമായിട്ട് പഠിക്കുക, എക്സാമ്പിൾസും പഠിക്കുക. 4 or 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഡാറ്റ ടൈപ്പ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.